വെൽക്കം ടു മല്ലു ക്യൂളർ. ബാഴ്സന്റെ മാച്ച് UCL സെക്കൻഡ് ലെഗ് ആണെങ്കിൽ അതൊരു സർവൈവൽ ത്രില്ലർ ആയിരിക്കും എപ്പോഴും. ആ സർവൈവൽ ത്രില്ലറിൽ ചിലപ്പോൾ നമ്മൾ മരിക്കും, ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടൊരു ദിവസമാണ് സിഗ്നൽ ഇഡുന പാർക്കിൽ വെച്ചിട്ട്. എന്താ പറയുക, ഇപ്പോൾ മാച്ച് കാണുമ്പോൾ ഭയങ്കര ടെൻഷനും അതും ഇതൊക്കെ ആയിരുന്നെങ്കിലും, ടെൻഷനും ദേഷ്യവും പേടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇത് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സമാധാനം. ഏ സെമിയിലെത്തിയല്ലോ 6 കൊല്ലത്തിന് ശേഷം, വല്ലാത്തൊരു മനസമാധാനം. പിന്നെ എന്തൊക്കെ കഴിഞ്ഞാലും ആ മാച്ച് തോക്കും, ഒന്നോ രണ്ടോ മാച്ച് തോക്കും. എല്ലാ ദിവസവും നമ്മളെ ഡേ ആയിരിക്കില്ല, ചില ദിവസം നമ്മൾ തോക്കേണ്ടതാണ്. അപ്പം അത് തോറ്റു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. പിന്നെ പെഡ്രി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനിഗോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാൾഡ ഇല്ല. ബാൾഡൻ ഇനിയിപ്പോൾ കുറച്ച് കാലത്ത് നമ്മൾ നോക്കണ്ടല്ലോ. അപ്പം ഇവരുടെയൊക്കെ അബ്സെൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഗ്രൗണ്ടിൽ. ഫസ്റ്റ് ഹാഫിലൊക്കെ എന്ത് കളിയാണ് കളിച്ച്, എൻ്റെ അമ്മോ, 5 വയസ്സൊക്കെ ഉള്ളൂല്ലോ. സെക്കൻഡ് ഹാഫിലും അത്ര മെച്ചപ്പെട്ട കളിയൊന്നുമല്ല, പക്ഷേ ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ പെഡ്രിയൊക്കെ വന്നതിന് ശേഷം ഒന്ന് സ്റ്റേബിളായിട്ട് നമ്മൾ കളിച്ചു എന്നൊക്കെ പറയാം. എനിവേ അതങ്ങോട്ട് കഴിഞ്ഞു, നമ്മൾ സെമിയിലെത്തി. അതാലോചിക്കുമ്പോൾ ഭയങ്കര സമാധാനം. അതാണ്. പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ 2 മാച്ച് നടന്നല്ലോ. ഇപ്പോൾ ബാഴ്സൻ്റെ മാച്ചും PSG വേഴ്സസ് ആസ്റ്റൺ വില്ല മാച്ചും സൈമൾട്ടേനിയസ്ലിയാണ് നടക്കുന്നത്. അപ്പം ഞാൻ രണ്ടും കൂടിയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാച്ചിൽ നിന്ന് ഭയങ്കര ഇൻസൈറ്റ് ഒന്നും ഇങ്ങോട്ട് കിട്ടൂല, രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുകൊണ്ട്. ബാഴ്സൻ്റെ മാച്ചിൽ വരികയാണെങ്കിൽ ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് ഡോമിനേറ്റ് ചെയ്ത മാച്ചാണ്. അവർ 11 ഷോട്ട് ടാർഗറ്റിൽ അടിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാറ്റ് നോക്കിയ സമയത്ത് കേട്ടോ, 11 ഷോട്ട് ടാർഗറ്റിൽ അടിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ അവർ 18 ഷോട്ട് അടിക്കുന്നുണ്ട്, നമ്മൾ ആകെ 7 ഷോട്ട് എടുക്കുന്നുള്ളൂ. അത് തന്നെ നമുക്ക് ഗോൾ കിട്ടുന്നത് ഓൺ ഗോളാണ്, ബെൻസബൈനിൻ്റെ ഓൺ ഗോളാണ്. അപ്പം മാച്ചിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പെനാൽറ്റി നമ്മൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. അത് ആരാണ്, നമ്മുടെ സെസനിയാണ് കൺസീഡ് ചെയ്യുന്നത്. പാസ്കൽ ഗ്രോസിനെ ഫോളോ ചെയ്യുന്നു. അടിപൊളിയായിട്ടാണ് ഗുറാസി അത് സ്കോർ ചെയ്യുന്നത് കേട്ടോ. അടിപൊളി പെനാൽറ്റി ആയിരുന്നു. കംപ്ലീറ്റ്ലി സെസനെ അവിടെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ആൾ ബോൾ സെൻട്രലോട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നത്. പിന്നീട് മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എഗെയിൻ ഗുറാസി ഒരു ഗോൾ അടിക്കുന്നുണ്ട്. അത് കോർണറിൽ നിന്ന് അടിക്കുന്നത്. കോർണർ നല്ല സൂപ്പറായിട്ടാണ് തൂക്കിയിട്ട് കൊടുത്തത്. ആൻഡ് ഒരു ബൊറൂഷ്യ പ്ലെയർ നേരെ ഗുറാസിക്ക് കൊടുക്കുന്നത്. ഗുറാസി എയറിൽ അത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അത്രയും എയറിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറായി, നിലവിൽ UCL ടോപ്പ് സ്കോററെ എന്തുകൊണ്ട് ബാഴ്സ വേണ്ട രീതിക്ക് മാർക്ക് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ്. എയറിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഗുറാസി അടിപൊളിയായിട്ട് സ്കോർ ചെയ്തു. അങ്ങനെ അവർ 2-0 ലീഡ് എടുത്തു. 2-0 ലീഡ് എടുത്ത സമയത്താണ് സൈഡിൽ നിന്ന്, ആ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു അടിപൊളി ബോള് കോട്ടേൻ്റെ സൈഡിൽ നിന്ന് വരുന്നതും, ആ ബോള് ഫെർമിനൊരു ക്രോസിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അത് നേരെ ബെൻസബൈൻ്റെ കാല് തട്ടിയിട്ട് പോസ്റ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ മാച്ച് 2-1 എത്തുക. 2-1 എത്തുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിലെ 4-0 ലീഡ് പ്ലസ് ഇവിടെ ബൊറൂഷ്യ 2 അടിച്ചു, അപ്പോൾ 4-2 പ്ലസ് നമ്മളൊന്ന് അടിച്ചു, അപ്പോൾ 5-2. 5-2 ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എഗെയിൻ ഒരു ഗോൾ കൂടി ഗുറാസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പം ആ ഒരു ഗോളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ശരിക്കും ഭയങ്കര മോശമായിരുന്നു അവിടെ നമ്മുടെ ജെറാർഡ് മാർട്ടിൻ ആണെങ്കിലും. ആൻഡ് ആ ക്രോസ് വന്നു എന്ന് വെക്കാം, എന്ത് തൊലിഞ്ഞ ക്ലിയറൻസ് ആണ് അറാഹോ ചെയ്തത്. വളരെ മോശം ക്ലിയറൻസ് അറാഹോ ചെയ്തത്. നേരെ ഗുറാസിൻ്റെ മടയിലേക്ക് ഇട്ട് കൊടുത്ത് ഗുറാസി സ്കോർ ചെയ്തു. അത് എന്താ പറയുക, കണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ 3-1 മാച്ച് നിന്നു. എക്കീൻ അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അവരത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. പല സമയത്തും നമ്മൾ ഡിഫൻസ് ആണെങ്കിലും സെസന്യൊക്കെ ആണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. കൂണ്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ജെറാർഡ് മാർട്ടിൻ ആണെങ്കിലും അതുപോലെ തന്നെ അറാഹോക്ക് അത്യാവശ്യം പൂറായിരുന്നു. അറാഹോൻ്റെ സൈഡിൽ നിന്നാണ് ആ ഗോള് പോയത്. അത് അറാഹോനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ വരുത്താൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അല്ല ശരിക്കും. പിന്നെ മിഡിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഗാവി കുറച്ചും കൂടെ മെച്ചമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ഫ്രാങ്ക് ഡിയോങ് ഒരു രക്ഷയില്ല, വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ആൾ ഭയങ്കര പൂറായിട്ടാണ് തോന്നിയത്. ഇടയ്ക്ക് ആളുടെ ഒരു ഡിഫെൻസീവിലുള്ള കാട്ടിക്കൂട്ടലുകളും കമ്മിറ്റ്മെൻറ്റൊന്നും കാണുമ്പോൾ അത് സെറ്റാവുന്നില്ല. ആൾ ഈ ഒരു സീസണിൽ ഇപ്പം അവസാനത്തെ മാച്ചുകളുമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആ മാച്ചിൽ ആൾ ഭയങ്കര മോശമായിരുന്നു, അതാണ് പറയാനുള്ളത്. പിന്നീട് മാച്ച് നമുക്ക് സെക്കൻഡ് ഹാഫിൽ പെഡ്രി വരുന്നതോടെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി കൺട്രോൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. വരുന്നു, ബോൾ മിസ് ചെയ്യുന്നു, അവർ അറ്റാക്ക് വരുന്നു, നമ്മളെങ്ങനെയോ ഡിഫെൻഡ് ചെയ്യുന്നു.
നമ്മൾ ഡിഫൻസിൽ നിന്ന് ഒരു നല്ല ക്ലിയറൻസ് പോലും ഇപ്പോൾ ത്രൂ ഔട്ട് ദ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്തും ഡിഫൻസ് നമുക്ക് ബോൾ മര്യാദക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്നില്ല. അമ്മാതിരി പ്രസ്സിംഗ് ആണ് അവരെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ അവർ ആ ഇൻറ്റൻറ്റ് കാണിച്ചു, നമ്മൾ ഇൻറ്റൻറ്റ് കാണിച്ചില്ല. നമ്മളെപ്പോഴും ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന ഒരു ടീമാണ്, നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. പക്ഷെ നമുക്ക് എല്ലാ മാച്ചിലും അത് ചെയ്യാൻ വേണ്ടി പറ്റൂല, എസ്പെഷ്യലി നമ്മുടെ സിസ്റ്റത്തിലെ കീ പ്ലെയേഴ്സ് പുറത്തിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ ബാൾഡനെ മിസ് ചെയ്തിട്ടുണ്ട്, പെഡ്രിനെ പല സമയത്തും മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിലൊരു ലീഡറിനെയാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇനീഗോ മാർട്ടിനസിനെയാണ്. കാരണം ആൾ കൊടുക്കുന്ന ഒരു സ്പിരിറ്റ്, ആളുടെ ഒരു കമാൻഡിങ്, എസ്പെഷ്യലി നമ്മൾ ട്രയൽ ചെയ്യുന്ന സമയത്ത്, ബാക്കിൽ നിൽക്കുന്ന സമയത്ത് ടീമിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ആൾ തൻ്റെ വാക്കുകളിലൂടെയൊക്കെ കൊടുക്കുന്ന കമാൻഡുകളും ആളുടെ ആ ഒരു സ്പിരിറ്റൊക്കെ ഉണ്ട്. അതിനൊന്നും പകരം വെക്കാൻ വേറൊരു പ്ലെയർ ബാഴ്സൻ്റെ സ്ക്വാഡിലില്ല. നമ്മളെ സ്ക്വാഡിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് വളരെ കുറവാണെന്ന് നമുക്കറിയാം. നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറ്റ പ്ലെയറെ ബാഴ്സൻ്റെ സ്ക്വാഡിലുള്ളൂ, അത് ഇനീഗോ മാർട്ടിനസ് ആണ്. അപ്പം ഇനീഗോ മാർട്ടിനസിൻ്റെ സാന്നിധ്യം ഈ ഒരു മാച്ചിൽ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ട്. ആളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ പോകുന്ന സമയത്തെങ്കിലും നമ്മൾ ആ ഒരു ഇൻറ്റൻറ്റ് കാണിച്ചേനെ. പക്ഷെ ആ ഇൻറ്റൻറ്റ് പല സമയത്തും ബാഴ്സൻ്റെ സൈഡിൽ നിന്ന് മിസ്സിങ് ആയിരുന്നു. സൈഡ് ലൈനിൽ ഹാൻസി ഫ്ലിക്കിനെ കണ്ടാലറിയാം ആൾ കട്ട കലിപ്പിലാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം മാച്ച് കഴിഞ്ഞിട്ട് മൂപ്പരോടെ ഭരണിപ്പാട്ട് നടത്തുന്നുണ്ടാവും, അതാണ് മിക്കവാറും നടക്കുന്നുണ്ടാവാം. അങ്ങനെ മാച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം. ഇത് ഇപ്പം ചാവും പടച്ചോന്, ഒരു ഗോൾ അടിക്കും, ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് ജൂലിയൻ ബ്രാൻഡ് ഒരു ഓഫ് സൈഡ് ഗോളൊക്കെ അടിക്കുന്നുണ്ടല്ലോ, അതോടെ എന്താ പറയുക, നിർവികാരനായിപ്പോയി. ഭാഗ്യം അത് ഓഫ് സൈഡ് ആയത്. അത് ഓഫ് സൈഡ് അല്ല, 4-5 മാച്ച് പോയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ 5-5 അടിച്ചേനെ. നമ്മുടെ അറൗഹോൻ്റെ ഒക്കെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ടോട്ടലി നമ്മുടെ ഡിഫൻസിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഭാഗ്യം നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഭാഗ്യം കാര്യമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇനി അടുത്ത മാച്ചുകളിലേക്ക് പോകുന്ന സമയത്ത് എത്രത്തോളം ബാളുടെ ആബ്സെൻ്റ് ആവും അത്രത്തോളം നമുക്ക് പ്രശ്നമാണ്. കാരണം ജെറാർഡ് മാർട്ടിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നില്ല. അത് നമുക്ക് ഇന്നത്തെ മാച്ചിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജെറാർഡ് മാർട്ടിൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഡിഫൻസിൽ ആ ഒരു കുബാർസി ഇനീഗോ കോംബോ മാത്രമേ ഓടുള്ളൂ. അവിടെ കുബാർസി അറോഹോ കോംബോ സ്റ്റേബിളായിട്ട് നമുക്ക് തോന്നുന്നില്ല. ആൻഡ് കുറച്ച് റെസ്റ്റൊക്കെ അവിടെ ഇനിയെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം നമ്മുടെ കൂണ്ടേക്ക്. അല്ലെങ്കിൽ സീസണിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് കൂണ്ടേൻ്റെ ആരോഗ്യാവസ്ഥ എന്താവുമെന്ന് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല. ആൻഡ് പെഡ്രി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഗാവി കുറച്ചൊക്കെ ഇൻറ്റൻറ്റ് കാണിച്ചതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. ആൻഡ് റഫീഞ്ഞ ആണെങ്കിലും ലെവൻഡോസ്കി ആണെങ്കിലും ലാമിൻ യമാലൊക്കെ ആണെങ്കിലും ഭയങ്കര മോശമായിരുന്നു. അവർ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും മൂന്നാൾക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ലെഗിൽ നമ്മൾ ക്ലിനിക്കലായതുകൊണ്ട് 4 ഗോൾ അടിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ പറയുക, സർവൈവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ആ സർവൈവൽ ത്രില്ലറിൽ നമ്മൾ ജീവനോടെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ കിട്ടുന്ന ചാൻസുകൾ സ്കോർ ചെയ്യുക. ചിലപ്പോൾ ഇതാ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. അതായത് നമുക്ക് കിട്ടുന്ന ചാൻസ് സ്കോർ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ നമുക്ക് ചാൻസ് കിട്ടി, നമ്മൾ സ്കോർ ചെയ്തു. സെക്കൻഡ് ലെഗിൽ നമുക്ക് ചാൻസ് കിട്ടിയില്ല, അവർക്ക് ചാൻസ് കിട്ടി, അവർ സ്കോർ ചെയ്തു. സോ നമ്മൾ അപ്പോൾ ക്ലിനിക്കലായത് ഇപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടു. സോ ആ ക്ലിനിക്കാലിറ്റിയാണ് ബാഴ്സൻ്റെ സൈഡിൽ നിന്ന് വേണ്ടത്. പിന്നെ ഇപ്പോൾ ഫൈനൽ തേർഡിൽ ചില ക്രൂഷ്യൽ ബോൾസ് കൗണ്ടർ വഴി നമുക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പം ലെവൻഡോസ്കിക്ക് ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പം ലെവൻഡോസ്കി ഒരു ബോൾ ഫെർമിന് വെച്ച് കൊടുക്കുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് സൈഡിൽ ലാമിൻ ഉണ്ട്, ലാമിന് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അത് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയേനെ. സോ നമ്മൾ ഇങ്ങനത്തെ ക്രൂഷ്യൽ ഗെയിംസിൽ ഇങ്ങനെ കിട്ടുന്ന ചാൻസ് കൂടി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സർവൈവൽ ത്രില്ലറിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും പറയാം. ആൻഡ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നത്. 2019 ആ ഒരു ലിവർപൂളിനായിട്ട് നമ്മൾ തോറ്റതാണ് നമ്മുടെ അവസാനത്തെ സെമി ഫൈനൽ. അതിനുശേഷം നമ്മൾ ഇന്നാണ് എത്തുന്നത്. സെമിയിൽ ഒന്നെങ്കിൽ ഇന്റർ അല്ലെങ്കിൽ ബയൺ, രണ്ടാണെങ്കിലും ഹെവി ടാസ്ക് ആയിരിക്കും. എനിവേ ലെറ്റ്സ് സീ എന്താവുന്നു. നാളത്തെ മാച്ച് നോക്കാം, നമ്മുടെ ഓപ്പണൻ്റ് ആരാന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.